ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചിട്ട് ചെറിയൊരു അപ്ഡേറ്റ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാൻ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഞാനിപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള ടൈം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടില്ലേ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഞാനൊരു ജിമ്മിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് നിർത്തിയിട്ടില്ല, അതിനോടൊപ്പം തന്നെ ഞാൻ വർക്കൗട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊരു പ്രോപ്പർ സ്പേസ് ആദ്യം കിട്ടണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ മേളിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്, അവിടെ ടി വി ഉണ്ട്. അപ്പോൾ ടി വി കണ്ടാണ് ഞാൻ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഇപ്പോൾ ഞാൻ വാക്ക് പാഡിൽ നടക്കുവാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 1 hour അല്ലെങ്കിൽ 1 hour കൂടുതലും ഒക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഡംബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു 2 weeksനപ്പുറമായി ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേറെ പ്രോഡക്റ്റ് ഒന്നുമില്ല, ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ L-carnitine ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 weeksന് മേളിലായി ഞാൻ യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സപ്ലിമെൻറ്റ് മാത്രമല്ല ഞാൻ കഴിക്കുന്നത്, ഞാൻ അഡീഷണൽ സപ്ലിമെൻറ്റ്സും കൂടി കഴിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആ സപ്ലിമെൻറ്റ്സ് കാണിക്കാൻ സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഒത്തിരി സെലിബ്രിറ്റി വെയിറ്റ് ലോസ് കണ്ടിട്ടുണ്ടല്ലേ, അതിലൊക്കെ L-carnitine ഒരു മേജർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഡയറ്റും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേർണിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്ലിമെൻറ്റ് കഴിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ. ഈ L-carnitine കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം അത് ഫാറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണെന്ന്. മാർക്കറ്റ്സിൽ ഒത്തിരി കാർണിറ്റീൻ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് കാർണിറ്റീൻ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതും സ്വിറ്റ്സർലൻഡിന്റെ സോഴ്സ് ചെയ്തിട്ടുള്ള ഈ L-carnitine ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് ന്യൂട്രീഷനിസ്റ്റ് അപ്രൂവ് ചെയ്തതാണ്. 4 weeks കൊണ്ട് നമ്മൾ നല്ല ഡയറ്റ്, എക്സസൈസ് ആൻഡ് അതിനോടൊപ്പം ഈ L-carnitine എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 kgs വരെ ഹെൽത്തി ആയിട്ട് ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു എഫബസൻ ടാബ്ലറ്റ് ആണ്. ഈ കാർണിറ്റീൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പോണൻറ്റ് നമുക്ക് ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കോമ്പോണൻ്റ് ആണ്, എസ്പെഷ്യലി നോൺ വെജ് ഫുഡിൽ നിന്ന്. ബേസിക്കലി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ നമ്മൾ എക്സസീവായിട്ട് കഴിക്കുന്നതും നമ്മുടെ ബോഡിക്ക് അത് ഡാമേജിങ് ആണ്. പക്ഷെ അത് നമ്മൾ നോക്കി അതിൻ്റെ mg എല്ലാം നോക്കിയിട്ട് വേണം നമ്മളിത് കൺസ്യൂം ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരോ തൈറോയിഡ് ഫംഗ്ഷൻ്റെ ഇഷ്യൂ ഉള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസേൺ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ അപ്രൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്കൗട്ടിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത് കൺസ്യൂം ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫറബിളി പറയുന്നത് നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും. എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് അതായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 3 to 4 hours കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിത് കൺസ്യൂം ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് കാരണമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പം നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഇത് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ഈവൻ ഞാൻ മേടിക്കുന്നത് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. ഇത് വളരെയധികം എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഒക്കെ ഉള്ളതാണ്, തൈറോയിഡും PCOD ഉള്ളതാണ് എനിക്ക്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചതും. ഡെയിലി ഇപ്പോൾ വീക്ക്ലി 4 days എന്നുള്ളതല്ല, ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും വിടാതെ എക്സസൈസ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണിപ്പോൾ. അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ അതിൽ ഹാപ്പിയാണ്. അത് കാരണമാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ എക്സസൈസസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും, എന്താണ് വ്യത്യാസം എന്നൊക്കെ ചോദിക്കുമായിരിക്കാം. പക്ഷേ ഒരു ഫിസിക്കൽ ചേഞ്ച് നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്, ചിലപ്പോൾ ഒരു 2 months എടുക്കുമായിരിക്കും, 3 months എടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റ് എത്തും, നമ്മളത് അച്ചീവ് ചെയ്യും. പക്ഷേ അതുവരെ നമ്മൾ എന്ത് ക്രിറ്റിസിസം കേട്ടാലും നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഈ L-carnitine യൂസ് ചെയ്യുന്നത് മെയിൻലി നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ L-carnitine നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ കോമ്പോണൻറ്റ് നമ്മുടെ ഫാറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബോഡീനെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഫാറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ മെറ്റബോളിസം കൂടും. നമ്മളൊരു ഹെൽത്തി വെയിറ്റ് മാനേജ്മെൻറ്റ് ഒരു റൂട്ടീനിൽ പോകുന്നെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ വെയിറ്റ് ലോസ് വേണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്വിക്ക്, ഒരു സഡൻ ആയിട്ടൊരു വെയിറ്റ് ലോസ് കാണണം എന്ന് പറഞ്ഞിട്ട്
ഫുഡൊന്നും കഴിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ ഹെൽത്തിനെ വേറെ രീതിക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാനും അത് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എത്രയോ പ്രാവശ്യം ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അനീമിക് ആയിപ്പോയി. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഫ്ലക്ച്വേഷൻ ബോഡിയിൽ നടക്കും. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രോപ്പർ ഒരു ഹെൽത്തി വെയിറ്റ് മാനേജ്മെൻറ്റിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നീട് ഇതിൽ വേറൊരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ലീൻ ബോഡി എൽ കാർണിറ്റീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാത്രം കുടിച്ചാൽ മതി, എന്തായാലും തനിയെ വെയിറ്റ് കുറഞ്ഞോളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയും വിചാരിക്കരുത്, അങ്ങനെയൊന്നും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. നമ്മൾ ഫിസിക്കലി ഒരു എക്സേർഷൻ എടുക്കാതെ നമ്മുടെ ബോഡിക്കൊരു എക്സേർഷൻ ഇല്ലാതെ നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രോപ്പർ റൂട്ടീനിൽ പോകാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ദാറ്റ് ഈസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത് മൂന്നും കമ്പൈൻ ചെയ്താൽ മാത്രമേ ഒരു ഹെൽത്തി വെയിറ്റ് മാനേജ്മെൻറ്റ് റൂട്ടീൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫുഡിലൊന്നും വളരെയധികം റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല. പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ ഞാനായിട്ട് വെച്ചൊരു റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ, പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന ഞാൻ കുറച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടും കഴിക്കില്ല എന്നല്ല, നമുക്ക് ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും തോന്നുമായിരിക്കാം. പക്ഷേ പോർഷൻ കൺട്രോൾ ചെയ്യുക. പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബ്, അതെല്ലാം ആവശ്യത്തിന് ഫൈബറൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു വെയിറ്റ് ലോസ്, എനിക്ക് തന്നെ എൻ്റെ ബോഡിയിൽ ഒരു ചേഞ്ച് കാണാൻ സാധിച്ചത്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഞാൻ മാക്സിമം എഗ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്, ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്, ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ ബീഫും റെഡ് മീറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കൂടുതലും എൽ കാർണിറ്റീൻ എന്ന് പറയുന്നത് റെഡ് മീറ്റിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ റെഡ് മീറ്റ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ചിക്കൻ കഴിക്കും, എഗ്സ് കഴിക്കും, ഫിഷ് കഴിക്കും. ഫിഷ് ഞാൻ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട് എൻ്റെ ഡയറ്റിൽ. അതിനുശേഷം ഡയറ്റ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടരുത്, ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊന്നുമില്ല. ഞാൻ ആവശ്യത്തിന് എല്ലാം കഴിക്കും. അതിനോടൊപ്പം ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കും. പ്രോപ്പറായിട്ട് ഞാൻ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആയിരിക്കും കഴിക്കുന്നത്, ആ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ എൽ കാർണിറ്റീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ കുടിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. പ്രോപ്പർ ഫുഡ്, ഒരു നല്ലൊരു ഡയറ്റ് നമ്മൾ നോക്കുക, നമ്മൾ പ്രോപ്പർ സപ്ലിമെൻറ്റ്സ് എടുക്കുക, അതിനോടൊപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി 3 പ്രാവശ്യമെങ്കിലും, വീക്ക്ലി 3 പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. 4 വേണ്ട, ഒരു 3 ഡേയ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ സാധിക്കും. എൻ്റെ ബോഡിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു ഫീലിംഗ് എൻ്റെ ബോഡിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ഫീലിംഗ് എനിക്ക് തന്നെ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റൂട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ എൽ കാർണിറ്റീൻ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരത്തെ ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിഫോർ വർക്കൗട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഫുഡ് കഴിച്ചിട്ട്, ഞാൻ എന്തായാലും ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഒരു നേരത്തെ ഫുഡെങ്കിലും കഴിച്ചിട്ടായിരിക്കും ഈ ഒരു എൽ കാർണിറ്റീൻ ഞാൻ കുടിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊരു എഫർവെസന്റ് ടാബ്ലറ്റ് ആണ്. എഫർവെസന്റ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഈ ടാബ്ലറ്റ് അതിൽ ഇട്ടാൽ മതി. ഇത് നല്ല ഫിസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിൽ അബ്സോർബ് ആകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഈ ടാബ്ലറ്റ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്റ്റെർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഇത് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ 2 ടാബ്ലറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ടാബ്ലറ്റ്സ് ഫ്രം ഫാസ്റ്റ് ആൻഡ് അപ്പ് എൽ കാർണിറ്റീൻ. ഇത് ഞാൻ 2 എണ്ണം ഇങ്ങനെ ഇടുവാണ്. ഓക്കെ, 2 ടാബ്ലറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നല്ലോ ഫിസി ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തനിയെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫിസിനെസ് നിൽക്കുമ്പോൾ തന്നെ ഈ ടാബ്ലറ്റ്സ് കംപ്ലീറ്റ് എല്ലാം അബ്സോർബ് ആയി ഈ വെള്ളത്തിൽ അങ്ങ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റിൽ ഇൻ പ്രോസസ്സ്. ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു ഫിസി പോലെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാധാരണ ഞാൻ ഗ്ലാസ്സിലല്ല കേട്ടോ സാധാരണ കുടിക്കാറ്. ഞാൻ എൻ്റെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ ആ ബോട്ടിലിൽ തന്നെ ഞാൻ വെള്ളം നിറച്ചിട്ട് അതിലിട്ടാണ് ഞാൻ സാധാരണ കുടിക്കാറ്. കണ്ടില്ലേ?
അപ്പോൾ ഈ L-carnitine ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ബേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഫാസ്റ്റ് ആൻഡ് റെപ്പിന്റെ L-carnitine മേടിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നായർ10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ വളരെ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട് വഴിയൊക്കെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് കയറാൻ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണി റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാൾക്കോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.